പ്രസന്റ് ടെൻസ് ആണ് കേട്ടോ. പ്രോഗ്രാമിങ്, ഐ ആം വാക്കിംഗ്, ഐ ആം ഈറ്റിംഗ് എന്ന് പറഞ്ഞ പോലെ ഐ ആം പ്രോഗ്രാമിങ്. അപ്പം നമ്മൾ എപ്പോഴും പ്രോഗ്രാമിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ ആം പ്രോഗ്രാമിങ് എന്ന് പറയാം. അപ്പോൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി എന്തായിരിക്കും, അല്ല നമ്മൾ എന്തിനാ പ്രോഗ്രാം ചെയ്യുന്നത്? നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരു പ്രോഗ്രാം വെച്ചിട്ടാണ്. അത് ഞാനായിട്ട് ഉണ്ടാക്കിയ പ്രോഗ്രാം അല്ല, എങ്ങനെയോ എൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ചില പ്രോഗ്രാം നിങ്ങൾ ഡിസൈർ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒന്നും നടക്കാതെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണ്. എങ്ങനെയാണ്? ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കണം. അതാണ് ഇന്നത്തെ വിഷയം. അപ്പം ഞാൻ ഒരു ഷെയറിങ്ങിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. മൈൻഡ് പ്രോഗ്രാമിംഗ്, ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള വിദ്യ. നിങ്ങൾ പല ആഗ്രഹങ്ങളും ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും നടന്നിട്ടുണ്ടായിരിക്കില്ല. ആഗ്രഹിച്ചെല്ലാം നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ടെങ്കിൽ അത് വിജയിച്ചിട്ടുണ്ടോ? എന്തെല്ലാം ആഗ്രഹിച്ചാണ് നിങ്ങൾ കല്യാണം കഴിച്ചത്? എന്തെല്ലാം ആഗ്രഹിച്ചാ സിസ്റ്റർ മടത്തിപ്പോയത്? എന്തെല്ലാം ആഗ്രഹിച്ചാണ് കുട്ടികളെ ജനിപ്പിച്ചത്? എന്നൊക്കെ നിങ്ങൾക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ടോ? നാടൻ ഭാഷ പറഞ്ഞ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അവസാനം പാരയായിട്ട് വന്നില്ലേ? പാരയായിട്ട് വന്നില്ലെങ്കിൽ ക്ലാസ് കേൾക്കേണ്ട ആവശ്യമില്ല കേട്ടോ. യു ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക്. ആ വഴിക്ക് തന്നെ പൊയ്ക്കൊണ്ടാൽ മതി. ഇപ്പം തന്നെ യു ക്യാൻ എക്സിറ്റ്, പോയി കിടന്നുറങ്ങാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾക്ക് പാരയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് പാര വരാത്ത രീതിയിൽ കൂടെയൊക്കെ പ്രോഗ്രാം ചെയ്യാനുള്ള സൂത്രം അവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. സൂത്രം മാത്രമല്ല, നമ്മളിത് പ്രാക്ടീസും ചെയ്യും. ഒരു കൂട്ടം ചിതറിക്കിടക്കുന്ന ചിന്തകളാണ് മൈൻഡ് എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കുറേ ചിന്തകൾ ചിതറിക്കിടക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെല്ലാം ചിന്തകളാ വരുന്നു പോകുന്നു. കുറേ വേദനിപ്പിക്കുന്ന ചിന്തകള്, ചില സങ്കടപ്പെടുത്തുന്ന ചിന്തകള്, പേടിപ്പിക്കുന്ന ചിന്തകള്. അപ്പൊ ഈ ചിന്തകൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിന്തകളാണെന്ന് അറിയാം. അത്രയും വിചാരിച്ചാൽ മതി. ചിന്തകളാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന മുഴുവൻ. സന്തോഷം ഉണ്ടാക്കുന്ന ചിന്തകൾ വളരെ ചുരുക്കമാണ്. ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ കുറേ കോടാനുകോടി ചിന്തകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് എണ്ണി നോക്കിക്കേ. എണ്ണി കഴിഞ്ഞാൽ മിക്കവാറും നല്ലൊരു ശതമാനം വന്നു പോയത് തന്നെ വീണ്ടും 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 വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നല്ലതെന്ന് പറയുന്നത് നിങ്ങൾ അതിൻ്റെ പിന്നാലെ ജനത്തെ അത് പോയി വേറെ ചീത്ത ഓടി വരും. ഒരു കൂട്ടം ചിതറി കിടക്കുന്ന ചിന്തകളാണ് എന്ന് പറഞ്ഞാൽ ഭാഷയായിട്ടാണ്. എന്താണ് ഭാഷ? പല ഭാഷകൾ വരും. അവനെ കൊള്ളുകയല്ല. എൻ്റെ മകനാള് തെമ്മാടിയാണ്. കെട്ടിയവൻ പറഞ്ഞാൽ അനുസരിക്കില്ല. എൻ്റെ കെട്ടിയവൻ എന്നോട് സ്നേഹമില്ല. അയാൾ മറ്റുള്ളവരുടെയൊക്കെയാണ്. ഇങ്ങനെ മനസ്സിൽ പറച്ചിൽ നടക്കും. ചിലത് പറയും, എന്ത് നല്ല എൻ്റെ മകൻ എന്ത് സുന്ദരക്കുട്ടപ്പനാണ്, മിടുമിടുക്കനാണ്, ഇതൊക്കെ പറയും. അടുത്ത സെക്കൻഡിൽ അവൻ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കാൻ പോയി, അവൻ എന്ത് യൂസ്ലെസ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, ചിന്തകൾ ഇങ്ങനെ മാറിക്കൊണ്ട് ഇതെല്ലാം അവിടെ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾ പറയുന്ന ഈ പറഞ്ഞ ഭാഷകളെല്ലാം അവിടെ കിടപ്പുണ്ട്. അപ്പോ ഈ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റിയല്ല. എല്ലാം തലകുത്തി മറിഞ്ഞ് കിടക്കായിരുന്നു. ഇതാണ് നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ നിങ്ങളോടുള്ള ഏതെങ്കിലും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സ്വപ്നം കാണാൻ പറ്റും. എല്ലാടെ കൂടി കഴിഞ്ഞ് കിടക്കണം. നിങ്ങൾക്ക് ചിറകൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ ആകാശത്തൂടെ പറക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. അത് കഴിഞ്ഞിട്ട് നേരെ കടലിലേക്ക് പോയി വീഴും. ആകാശം എവിടെ കിടക്കുന്ന കടൽ കിടക്കും. ഇങ്ങനെ ചെതറി കിടക്കുക. അപ്പൊ ചിതറി കിടക്കുന്ന ചിന്തകളാണ്. അത് ഭാഷയായിട്ടാണ്, ലാംഗ്വേജ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളെന്ന് പറയുന്ന എല്ലാം ലാംഗ്വേജേഴ്സാണ്. ആ ലാംഗ്വേജ് ഇങ്ങനെ മാറി മാറി നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് കണ്ണടച്ച് നോക്കിക്കൂ.
എന്തൊക്കെ ലാംഗ്വേജാണ് മനസ്സിൽ വരുന്നത്. ആദ്യം വരുന്ന ലാംഗ്വേജ്, സാറ് കണ്ണടയ്ക്കാൻ പറഞ്ഞു, അതിനകത്തിന് ഞങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നത് ഇതെന്നെ ഇടപാടാണ്. ഇതായിരിക്കും ചിലപ്പോൾ ചോദിക്കും. ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ മനസ്സ് പറയും, ഓ കണ്ണടച്ചിട്ട് എന്നാ കാര്യം ഇരിക്കുന്നത്, ഞാനിപ്പോൾ വീഡിയോയ്ക്ക് പുറത്തല്ല ഇരിക്കുന്നത്, എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ കണ്ണടച്ചാലും എന്നെ സാറ്. ഇങ്ങനെ 100,000 ഭാഷകൾ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് അവസാനം ചിലപ്പോൾ പറയും, എന്നെങ്കിലും ആട്ടെ സാറ് പറഞ്ഞതല്ലേ കണ്ണടച്ചേക്കാം, ഓ ഇതുകൊണ്ട് ഇപ്പം എന്ത് ഗുണം കിട്ടാൻ പോകുന്നു. ഇങ്ങനെ മാറി മാറി ചിന്തകൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രോഗ്രാം പള്ളിയിലെ അല്ലെങ്കിൽ അമ്പലത്തിലെ പരിപാടിയുടെ ഒരു പ്രോഗ്രാം ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. 10 മണിക്ക് 6 വെടിവെക്കും, 11 മണിക്ക് കൊട കൊണ്ടുവരും, 7 മണിക്ക് മറ്റെന്തെങ്കിലും ചെയ്യും. ഇങ്ങനെ ചിട്ടപ്പെടുത്തുക. ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ആഗ്രഹം എന്ന് വെച്ചാൽ ഇന്നത്തെ ഉത്സവം വളരെ ഭംഗിയായിട്ട് നടക്കണം. തൃശ്ശൂർ പൂരമൊക്കെ അങ്ങനെയല്ലേ, ഭംഗിയായിട്ട് നടക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ കുറേ ചിന്തകൾ കിടപ്പുണ്ട്. അതിനെയെല്ലാം നമ്മൾ നേരെ ഒന്നാക്കി ചിട്ടപ്പെടുത്തുന്നു. ഇക്കോളജിക്കലി റൈറ്റ് തോട്ട്സ് വിച്ച് ആർ ഓൾറെഡി there. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊന്നും നിങ്ങൾ ഒരിടത്തും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. ഓൾറെഡി there ആയിട്ടുള്ളതായിരിക്കണം. അല്ലാതെ കൊണ്ട്, ഓ ഇന്നിപ്പോൾ സാറ് പ്രാക്ടിക്കലി ചെയ്യാൻ പോവാണ്, അപ്പോൾ ഒരെണ്ണത്തിന് ഞങ്ങൾക്ക് കണ്ടുപിടിച്ചേക്കുന്നുണ്ടോ, ഒരിടത്തും ഇല്ലാത്ത ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിങ്ങ് കൊണ്ടുവന്നേക്കരുത്. നടക്കില്ല. എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കാണ് ചിന്ത ഒരെണ്ണം. അവനെയാണ് നമ്മൾ പെറുക്കി, അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ പെറുക്കി എടുക്കാൻ പോകുന്നത്. നമ്മളിൽ ഇല്ലാത്തൊരു ചിന്തേനെ നിങ്ങളിപ്പോൾ തൽക്കാലം ക്രിയേറ്റ് ചെയ്താൽ, കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ ആഗ്രഹം, നിങ്ങളുടെ ഇപ്പോൾ ഉണ്ടായിരുന്ന ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഉദാഹരണം പറയാണ്. നിങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ചിന്ത നടക്കാണ്, എനിക്ക് MSc ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണം. ഇങ്ങനെ കിടപ്പുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചിന്തകൾ മാറി വരും, ഓ എന്നെ കൊണ്ടൊന്നും പറ്റിയല്ല, ഇതൊക്കെ എൻ്റെ പ്രായം കടന്നുപോയി. അങ്ങനെ കൂട്ടം ചിതറിക്കിടക്കാണ് നിങ്ങളുടെ ചിന്തകൾ. അതിനകത്തുനിന്ന്, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കുറേ കാലമായിട്ട് വന്നും പോയിക്കൊണ്ടിരുന്ന ഒരു നല്ലൊരു ചിന്തനെ കണ്ടുപിടിച്ചിട്ട് ആ ചിന്തനെയാണ് നമ്മൾ പ്രോഗ്രാമിങ്ങിനകത്ത് ഉൾപ്പെടുത്താൻ പോകുന്നത്. ഓർത്തോണം. അതുകൊണ്ടാണ് ഞാനിവിടെ ചുമന്ന മഷി എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി കിടക്കുന്ന ഒരു ചിന്ത ആയിരിക്കണം ഇപ്പം, അല്ലെങ്കിൽ ഈ പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതായിരിക്കില്ല, നടക്കാത്തതിനുള്ള അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. ഇപ്പം എത്ര അങ്ങ് വിചാരിച്ചാൽ മതി. ഇതാണ് സംഗതിയുടെ കാര്യം. ഇനി പ്രാക്ടിക്കല് ഇപ്പം ചെയ്യല്ല കേട്ടോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രാക്ടിക്കൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് നിങ്ങളെ പ്രാക്ടിക്കലിലേക്ക് ക്ഷണിക്കും. സ്റ്റെപ്പ് 1, ഗെറ്റ് റിലാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിലാക്സ്ഡ് ആക്കണം. എങ്ങനെയാണ് റിലാക്സ്ഡ് ആകുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരും. ബൈ കോൺസെൻട്രേറ്റിംഗ് ഓൺ ബ്രീത്തിങ്. റിലാക്സ് ആകാൻ വേണ്ടിയുള്ള ഏറ്റവും എളുപ്പ വിദ്യ, നിങ്ങൾക്ക് വേറെ മെത്തേഡ് ഇങ്ങനെ ഉപയോഗിക്കാം, പക്ഷേ ഇവിടെ നമ്മളിപ്പം നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഗെറ്റ് റിലാക്സ് ബൈ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ബ്രീത്തിങ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഈ വയറ് താഴ്ന്നു പൊങ്ങുന്നതിൽ ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കറിയാവില്ല. വയറ് പൊങ്ങുന്നത് താഴ്ന്നതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതാണ് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ കുറേ നേരം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഫുള്ളി റിലാക്സ്ഡ് ആകും. റിലാക്സ് ആയി കഴിഞ്ഞിട്ടേ നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. മാനിഫെസ്റ്റ് യുവർ പ്രോഗ്രാം. ആഗ്രഹം നേടിയെടുത്ത പോലുള്ള സന്തോഷത്തിലായിരിക്കണം. മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രത്യേക ഈ പറഞ്ഞ സൈക്കോളജിക്കാരുടെ ഒരു വാക്കാണ്. അത് നിങ്ങൾ ശരിക്കും അത് നടക്കുന്ന പോലെ അങ്ങോട്ട് വിചാരിക്കണം. ഉദാഹരണത്തിൽ നിങ്ങൾ MSc പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, പാസ്സാകുന്നതാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നതും ആദ്യം നിങ്ങൾ കോളേജിൽ അഡ്മിഷന് എടുക്കുന്നതും അതിൻ്റെ ഫീസ് അടയ്ക്കുന്നതും എല്ലാം അത് നേരത്തെ കിടക്കുന്ന ഒരു ചിന്തയായിരിക്കണം കേട്ടോ. അല്ലാണ്ട് ഇപ്പം എടുക്കുന്നതായിരിക്കും. അത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന മറ്റെന്തെങ്കിലും, ഇപ്പം നിങ്ങളുടെ മകളെ കെട്ടിക്കുന്നതോ അല്ലെങ്കിൽ മകന് ഒരു ജോലി കിട്ടുന്നതോ, ഇതൊക്കെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടോ, കുറേ കാലമായിട്ട് കിടപ്പുണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല, അല്ലെ കെട്ടിച്ചിട്ടില്ല, അല്ലെ ഒരു കുട്ടി ജനിക്കാൻ വേണ്ടിയിട്ടോ
നിങ്ങൾക്കോ നിങ്ങളുടെ മകൾക്കോ മകനെ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം. അതാണ് ആഗ്രഹം എന്ന് പറയുന്നത്, ഡിസയർ. അപ്പൊ അതിനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ആഗ്രഹം നേടിയെടുത്ത പോലുള്ള സന്തോഷത്തിലായിരിക്കുക. അതാണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ വിഷ്വലൈസേഷൻ എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. കുറച്ചുകൂടെ കടുത്ത വാക്കാണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇതങ്ങോട്ട് നിങ്ങളങ്ങ് അതിലങ്ങ് ആയിത്തീരും. അപ്പോൾ കുട്ടി ജനിക്കാൻ വേണ്ടിയിട്ടുള്ള മകൾക്കൊരു കുട്ടി, അല്ല നിങ്ങൾക്കൊരു കുട്ടി ജനിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ജനിക്കുന്നത് ഫോർ സം റീസൺ, ഒന്നെങ്കിൽ അബോർട്ടഡായി പോവുമോ മറ്റെന്തെങ്കിലും കാരണത്താൽ കിട്ടുന്നില്ല നോക്കുക. അപ്പോൾ നിങ്ങളങ്ങ് ആഗ്രഹിച്ച് പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മളിതങ്ങ് ആഗ്രഹിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് നേടിയെടുത്ത പോലെയുള്ള സന്തോഷത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേടിയെടുത്തു. കാരണം മനസ്സിൻ്റെ ഇതാണ് അതിൻ്റെ സൂത്രം. മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, നിങ്ങളിത് കേട്ടോ, നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ എൻ്റെ മനസ്സ് എന്ന് പറയുന്ന സാധനം ഒരു പൊട്ടനാണ്, അല്ലെ പൊട്ടിയാണ്. അതിനൊന്നും അറിയത്തില്ല. നമ്മളിപ്പോൾ നീ ഇതാന്ന് പറഞ്ഞ് അതങ്ങ് വിശ്വസിക്കണം. ഇതേ ഇപ്പം ഞാൻ അങ്ങ് പ്രസവിച്ചു ഒരു കുട്ടി ഉണ്ടായി, എനിക്ക് ആ സന്തോഷമാണെന്നും വിചാരിച്ചിട്ടങ്ങ് സന്തോഷിച്ചു കഴിഞ്ഞാൽ, മനസ്സ് വിചാരിക്കുന്ന എനിക്ക് കുട്ടി ഉണ്ടായി, അത് ശരിയാണെന്ന് മനസ്സ് വിചാരിക്കും. മനസ്സിനെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് വലിയ പാട്. അപ്പോൾ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സാധാരണ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ അങ്ങ് വിശ്വസിക്കുകയല്ല മനസ്സ്. കാരണം മനസ്സ് സ്ഥിരമായിട്ടൊരു ചിന്തയില്ല, ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എന്ത് വെച്ചാൽ, നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിൽ യാതൊരു ചിന്തകളും ഇല്ലാത്തൊരു അവസരമാണ് ഇപ്പം. എന്നിട്ട് ഈ ഒരൊറ്റ ഈ പ്രോഗ്രാമിലുള്ള ചിന്തനെ മാത്രം നമ്മൾ അങ്ങോട്ട് വിടുക എന്ന്. അതങ്ങോട്ട് പന്തലിച്ച് വലുതായി കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നതായിട്ട് നിങ്ങൾ അങ്ങോട്ട് മനസ്സിൽ കാണും. അപ്പം മനസ്സ് വിചാരിക്കും ഇത് നടന്നു. ഇതാണ് ആഗ്രഹം നേടിയെടുത്തത് പോലുള്ള സന്തോഷത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളിവിടെ ചെയ്യുന്ന നിങ്ങളുടെ മനസ്സിനെ ഫൂളാക്കുക ചെയ്യുന്നു. ഇതാണ് ഫേക്കിംഗ് യുവർ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പോട് കൂടി പണി തീർന്നു, നമ്മുടെ പണി തീർന്നു. റിപ്പീറ്റ് സ്റ്റെപ്പ് 2 ബിഫോർ സ്ലീപ്പ് ആൻഡ് ആഫ്റ്റർ സ്ലീപ്പ്, അല്ല വേക്കിംഗ് അപ്പ്. അപ്പോൾ ഇതിപ്പം നമ്മളിവിടെ ചെയ്തു. ഇനി നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം. കിടക്കാൻ നേരത്ത് ഉറക്കത്തിലേക്ക് പോകുമ്പം ഇതിൽ വേണം പോകാൻ. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇത് ചെയ്തുകൊണ്ട് വേണം ഏക്കാൻ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ സമയം വരെ 35 വയസ്സ് 50 വയസ്സുണ്ടെന്ന് കൂട്ടിക്കോ, നിങ്ങളുടെ മനസ്സിൽ ധാരാളം ചിന്തകൾ ഇങ്ങനെ കൂടി കലർന്ന് കിടപ്പുണ്ട്. ഇക്കോളജിക്കലി റൈറ്റ്, അതിന്റെ മീനിങ് ഞാൻ പറഞ്ഞില്ല. ഇക്കോളജിക്കലി റൈറ്റ് എന്ന് പറഞ്ഞാൽ, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ നാട്ടുകാർക്കും ലോകത്തിന് മുഴുവൻ ഗുണം ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ ഡിസയർ. അപ്പൊ ചോദിക്കും, സാറേ ഞാൻ MSc പാസ്സായാൽ എന്ത് ഗുണം കിട്ടുന്നത്? യെസ്, ഞാൻ MSc പാസ്സായിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങൾക്കിപ്പോൾ ഗുണം കിട്ടുന്നത്. ഇതാണ് എക്കോളജിക്കലി റൈറ്റ് എന്ന് പറയുന്നത്. സമൂഹത്തിന് ഗുണകരമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഗുണകരമല്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ എന്തെങ്കിലും ലോകത്തിന് ദൂഷ്യം ചെയ്യുന്നതാണെങ്കിൽ സംഗതി നടക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇനി കുറെ നാൾ പ്രാക്ടീസ് ചെയ്ത്, സാറേ ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ, there is something wrong at somewhere. നിങ്ങളുടെ ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആ ചിന്തയിൽ എന്തോ ഒരു തകരാറുണ്ട്, അല്പം സെൽഫിഷ്നെസ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറാകാൻ പഠിക്കുകയാണെങ്കിൽ, ഞാൻ ഡോക്ടറായി കഴിഞ്ഞിട്ട് ഒത്തിരി കാശൊക്കെ സമ്പാദിക്കും, 4 നല്ല കെട്ടിടമൊക്കെ പണിയും, തീർന്നു. എക്കോളജിക്കലി റൈറ്റ് അല്ല. വ്യക്തിപരമായ ഗുണം നമുക്ക് എല്ലാവർക്കും കിട്ടുമല്ലോ. ലോകത്തിന് ഗുണം കിട്ടുന്ന കൂടത്തിൽ നിങ്ങൾക്കും കിട്ടുന്ന വ്യക്തിപരമായ ഗുണങ്ങൾ എല്ലാവർക്കും കിട്ടുന്നതോട് നിങ്ങൾക്ക് അതിൻ്റെ അംശം കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ കൊണ്ട് എനിക്ക് മാത്രം ഗുണം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ കാര്യം നടക്കില്ല. അത് പ്രത്യേകം ഞാൻ പറഞ്ഞേക്കാം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ആ പരിപാടി നിർത്തിക്കോ. വേറെ ഇങ്ങനെ നിങ്ങൾ തപ്പി കണ്ടുപിടിക്കുക. ഓക്കെ, ഐ ആം ഗിവിങ് യു സം ടൈം. എല്ലാവരും ഒന്ന് കണ്ണടച്ചോളൂ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്.
നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന കൂടിക്കലർന്ന് കിടക്കുന്ന ചിന്തകളിൽ നിങ്ങൾക്ക് ആകണം എന്നുള്ള ഏതെങ്കിലും ഒരു ചിന്തനെ എടുത്തിട്ട് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ്. മനസ്സിൽ പറയുന്നു. എന്താണ് പറയുന്നത്? ഞാന് നാളെ അല്ലേ മറ്റന്നാള് അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും, അതിനുശേഷം ഇന്ന ബുക്സൊക്കെ ഞാൻ വരുത്തി കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ പഠിക്കും, പരീക്ഷയ്ക്ക് എഴുതും. ഇതെല്ലാം ലാംഗ്വേജാണ്. അതാണ് ചിന്തകൾ എന്ന് പറഞ്ഞ്. അപ്പൊ ഇതിനെ റൈറ്റ് ഓർഡറിൽ അങ്ങോട്ട് ഉണ്ടാക്കണം, ചിട്ടപ്പെടുത്തണം. ചിട്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് അവസാനം ഞാൻ പരീക്ഷ പാസ്സാകും. പാസ്സായി കഴിയുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷത്തില് അത് കഴിഞ്ഞിട്ട് അതിൻ്റെതായ ഒരു ജോലിയൊക്കെ കിട്ടി നാട്ടുകാർക്ക് സേവനം ചെയ്യുന്നതായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ലോകത്തിനും ഗുണം ചെയ്യുന്നതായിട്ടുള്ള ആ സന്തോഷത്തെ നിങ്ങൾ ലയിക്കണം. അതായിരിക്കണം അവസാനം. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രാക്ടിക്കല്. ഇത് നിങ്ങൾ കിടക്കാൻ നേരത്തെ വീണ്ടും ചെയ്യണം. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് ഉറങ്ങാൻ വേണ്ടി പുതച്ച് കിടക്കുമ്പം ഈ ഒരേ ചിന്തയിലോട്ട് പോകണം. ഈ ചിന്തയിലോട്ട് നിങ്ങൾ ഉറങ്ങണം. അതിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. ഇതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പം തീർച്ചയായിട്ടും ഈ ചിന്ത നിങ്ങൾക്ക് വന്നിരിക്കും. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് രജിസ്റ്റർ ചെയ്യും. യു ആർ യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. യു ആർ യുവർ തോട്ട്സ് എന്നാ പറയുന്നത്. ഈ ചെതറിക്കിടക്കുന്ന തോട്ട്സ് അല്ല നിങ്ങളുടെ ചിന്തകൾ എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചിന്തകളാണ് യു, നീ എന്ന് പറയുന്ന നിന്റെ സബ് കോൺഷ്യസ് മൈൻഡാണ്. യു ആർ യുവർ തോട്ട്സ് എന്ന് പറഞ്ഞാൽ നിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് നീ ആകുന്നു. അത് എവിടെയാ കിടക്കുന്നത് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒത്തിരി പറയാൻ പറ്റിയല്ല, സമയമില്ല. അത് നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് നമ്മളങ്ങ് വിടുക ചെയ്യുന്നത്. പിന്നെ നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നീ അല്ല ചെയ്യുന്നതിൻ്റെ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിന് നിങ്ങളുടെ പേര് വേണമെങ്കിൽ കൊടുക്കാൻ ദൈവമെന്നോ വേറൊരു ശക്തിയെന്നോ വെളിച്ചെന്നോ എന്തെങ്കിലും ആയിക്കോട്ടെ. ബട്ട് സംബഡി എൽസ് വിൽ ടേക്ക് ഓവർ യുവർ ജോബ്. നിങ്ങൾ ഇത്രയും ചെയ്തേച്ചാൽ മതി, ഇത് വിഷ്വലൈസ് ചെയ്തേച്ചാൽ മതി, മാനിഫെസ്റ്റ് ചെയ്തേച്ചാൽ മതി. എന്നിട്ട് ഇവിടെ മനസ്സിനെ ഫൂളാക്കി. പിന്നെ മനസ്സ് പോയി. മനസ്സ് വിചാരിക്കും അയ്യോ എൻ്റെ ആവശ്യം ഇല്ലെന്നും കൂടെ മനസ്സ് എവിടെയെങ്കിലും പൊളിച്ചിരിക്കും. സേറാമേടം പറഞ്ഞില്ലേ മനസ്സിൻ്റെ കാര്യം. സത്യത്തിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. പിന്നെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ പ്രപഞ്ചമുണ്ട്, അല്ലെങ്കിൽ ദൈവമുണ്ട്, അല്ലെങ്കിൽ പരാശക്തിയുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കാരണം നീ എന്ന് പറയുന്ന വ്യക്തി ഒരു ഈഗോയാണ്. ആ ഈഗോ മാറാൻ വേണ്ടിയിട്ടാണ് റിലാക്സ് ചെയ്യാൻ പറഞ്ഞത്. റിലാക്സ് ചെയ്യുമ്പോൾ നിന്റെ ഈഗോ എല്ലാം പോയി നീ ഒരു റിയൽ ആയിട്ടുള്ള വ്യക്തിയായി മാറി. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അല്ലെ പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടിയായി മാറി. അതല്ലേ പറയുന്നത് യു ആർ ക്രിയേറ്റഡ് ഇൻ ദ ലൈക്ക്നെസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അപ്പോൾ പെർഫെക്ഷനാണ് നീ, നിനക്ക് യാതൊരു കുറവുമില്ല. അപ്പൊ നീ അത് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രപഞ്ചം നിനക്ക് വേണ്ടിയിട്ട് ഏറ്റെടുക്കും, അല്ലെ ദൈവം ഏറ്റെടുക്കും, അത് നിനക്ക് നടത്തിത്തരും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, ഇതിനു മുമ്പ് ഒരു തെറാപ്പി നടത്തിയായിരുന്നു. ബി ഗ്രേറ്റ്ഫുൾ ടു ദ ഫോഴ്സ് ബിഹൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ദൈവം എന്തെങ്കിലുമാണെന്ന് പറഞ്ഞു. ഓക്കെ, എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലോസ് യുവർ ഐസ്, റിലാക്സ് ചെയ്യുക, നേരെ ചാരിയിരിക്കുക, കൈയും കാലും നേരെ വെക്കുക. അതൊക്കെയാണ് നമ്മുടെ രീതികൾ. ചാരി ഇരുന്നിട്ട് കൈയും കാലും നേരെ വെക്കാൻ പറഞ്ഞ ഒന്നും ക്രോസ് ചെയ്യാൻ പാടില്ല. അതിനൊക്കെ അതിൻ്റെ കാരണങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ പറയാൻ ടൈമില്ല. ചാരി ഇരിക്കാൻ പറഞ്ഞതിനും അതിന് പ്രത്യേക ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഇപ്പം പറയുന്ന അങ്ങോട്ട് മോള് അല്ലെങ്കിൽ മോൻ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ചാരി ഇരിക്കുക, കയ്യ് കാല നേരെ വെക്കണം, ക്രോസ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് വയറ് താഴുന്നത് പൊങ്ങുന്നത് ശ്രദ്ധിക്കണം. ബ്രീത്തിങ്ങിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ചിന്തകളൊക്കെ വരും. ചിന്തകൾ വരിക എന്നുള്ളത് ചിന്തകളുടെ ഒരു പണിയാണ്. അത് വന്നോട്ടെ.
നമ്മൾ അതിൻ്റെ പുറകെ പോകുന്നില്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പണി വയറ് താഴ്ന്ന് പൊങ്ങുന്ന ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വീണ്ടും നമ്മുടെ ശ്രദ്ധ അതിലേക്ക് വരുന്നു. ഇപ്പോൾ ഐ ആം ബ്രീത്തിങ്, ഞാൻ ബ്രീത്തിങ് ആകുന്നു, ഞാൻ തോമസ് ആകുന്നു എന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ ബ്രീത്തിങ് ആകുന്നു എന്ന് പറയുന്നത്. അങ്ങനെ സാവകാശം ആ ബ്രീത്തിങ് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ശരീരമാണ് ചെയ്യുന്നത്. എൻ്റെ ശരീരം ഇപ്പോൾ ബ്രീത്ത് ചെയ്യുന്നു, ഞാൻ അതറിയുന്നു. അപ്പം ഞാനും ശരീരവും രണ്ടാണ്. എൻ്റെ ശരീരം ബ്രീത്ത് ചെയ്യുന്നു, ഞാൻ അത് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. എൻ്റെ ശരീരം ബ്രീത്ത് ചെയ്യുന്ന ഞാൻ അറിയുന്നു. ഇനി നിങ്ങളുടെയൊക്കെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് വേണ്ട ഒരു ചിന്ത, അതിനെ ഒന്നെടുത്ത് ഒരു ചിന്തനെ എടുത്തിട്ട് ഒന്ന് പ്രോഗ്രാം ചെയ്യും. അസുഖമുള്ളവരാണെങ്കിൽ അസുഖത്തിനെ അല്ല കാണുന്നത്. നിങ്ങൾ മരുന്ന് കഴിക്കുന്നതോ മരുന്ന് കഴിച്ചിട്ട് ആരോഗ്യം വീണ്ടെടുക്കുന്നു, പിന്നെ പണ്ട് നല്ല പ്രായത്തിൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം ചെയ്യുന്ന ആ സന്തോഷമാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത്. എന്നിട്ട് ആ സന്തോഷത്തിൽ അങ്ങോട്ട് ലയിക്കണം. ആ സന്തോഷം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കണ്ടു നടക്കാം കേട്ടോ. എന്നിട്ട് ആ സന്തോഷത്തിൽ തന്നെ ഇരിക്കണം. ഇനി എല്ലാവരും സാവകാശം കണ്ടു തുറന്നോളൂ. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു സന്തോഷത്തിൽ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ചിന്ത ശരിയായിട്ടില്ല. അതിനെ നല്ലപോലെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവില്ല. ഇനി ആ ചിന്ത എന്തെങ്കിലും ഇക്കോളജിക്കലി റൈറ്റ് ആയിരിക്കില്ല. ഇക്കോളജിക്കലി റൈറ്റ് ആയിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ കിടന്ന ചിന്തകളാണെങ്കിൽ ഇത്ര സമയമൊന്നും വേണ്ട, 1 മിനിറ്റ് എമ്പടി മതി. മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ 10 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 100 വർഷം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും.